നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണും കല്യാണിയും കൂടെ സംസാരിക്കുന്ന സമയത്ത് കല്യാണി കിരണിനോട് മനോഹറിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കണം. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അവന്റെ കണ്ടീഷൻ ഇത്തിരി ക്രിട്ടിക്കലാണ്, ചിലപ്പോൾ ജീവിതത്തിലേക്ക് ഇനി മടങ്ങി വരുമോ എന്നറിയത്തില്ല, മരിച്ചു പോവോ എന്നൊരു ഭയം കൂടി അവന്റെ മനസ്സിലുണ്ടെന്ന് പറയാം. അതുകൊണ്ടാണ് അവൻ കൺമണി മോളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോഴേക്കും കല്യാണി ചോദിച്ചു, അത് സാധിക്കുന്ന കാര്യമല്ല കിരണേട്ടാ, ഇനി കൺമണി മോളെ കൊണ്ടുപോയി അവനെ കാണിക്കാൻ പറ്റുമോ? സരിയു അതിന് സമ്മതിക്കോ? ഒരിക്കലും സമ്മതിക്കില്ല. അതറിയാവുന്ന കാര്യമാണല്ലോ. അവൾ എന്താണെങ്കിലും അതിന് സമ്മതിക്കില്ല. അല്ലെങ്കിൽ തന്നെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനെ കൊല്ലണമെന്നാ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റും? അതെ, ഒരു പക്ഷേങ്കില് മനോഹറിനെ ചിലപ്പോൾ തോന്നിക്കാണും അവൻ മരിക്കുമെന്ന്. അതിനുമുമ്പ് മോളെ ഒരു വട്ടം കാണണമെന്ന് ആഗ്രഹം കാണും. അവനെ കുറ്റം പറയാൻ പറ്റില്ല. കൺമണി മോളോടൊപ്പം അല്ലേ അവൻ ഇത്രയും കാലം ജീവിച്ചത്. ഇതിനു മുമ്പ് അവന്റെ ഒരു കുഞ്ഞുങ്ങളോടൊപ്പം താമസിച്ചിട്ടില്ല. അത് മാത്രമല്ല, സരുവിന്റെ കൂടെയല്ലേ കൂടുതൽ കാലം ഭാര്യയായിട്ട് കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അവന്റെ കുഞ്ഞുനാളിലുള്ള ആ പശ്ചാത്തലം കാര്യങ്ങള് അവനെ ഇത്തരം ഒരു വഴിവിട്ട ബന്ധത്തിലേക്കൊക്കെ എത്തിച്ചേർത്ത് വിട്ടത്. കാരണം ഒരു ഭാര്യയല്ല, അവന് 10-60 ഭാര്യമാരുണ്ട്. അവന് കുഞ്ഞുനാളിലുണ്ടായ ദുരനുഭവം, അച്ഛനാരാ അമ്മയാരെന്ന് അറിയത്തില്ലാതെ വളർന്നു വന്ന സാഹചര്യത്തില് പറ്റിയ തെറ്റുകളും കാര്യങ്ങളും, അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ, ഒരുപക്ഷെ അന്ന് അവനെ കൈപിടിച്ച് കരയേറ്റാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മനോഹർ ഈ വിധത്തിലാവില്ലായിരുന്നു. ആ സമയത്ത് കിരൺ പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലോ, അവന് നല്ല പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ ചെയ്തതിലൊക്കെ അവന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കല്യാണി പറഞ്ഞു, അതുകൊണ്ടൊന്നും ആയില്ലല്ലോ, സാരിയും എന്തായാലും കുഞ്ഞിനെ കാണിക്കാൻ പോകുന്നില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തേലും കള്ളത്തരമൊക്കെ പറയാം. അവളെ പറഞ്ഞിരിക്കുന്ന അവനെ കൊല്ലണമെന്നും പറഞ്ഞിരിക്കുന്നേ. കൊല്ലണമെന്നോ? അതെ. അല്ല, കിരണൻ ഒരു കാര്യം ചെയ്താൽ മതി, അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അങ്ങനെ അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചുമ്മാ അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റില്ലെന്നൊക്കെ പറ. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പിന്തിരിപ്പിക്കാൻ നോക്കാനൊക്കെ പറയാണ്. പിന്നീട് കിരണ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് സരയു അങ്ങോട്ടേക്ക് വരുന്നേ. സരയു വന്നിട്ട് കുറച്ച് ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണ് വർക്കിന്റെ. അങ്ങനെ അത് കിരൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സരയു പറഞ്ഞു, മുമ്പത്തെ പോലെയല്ല, എനിക്ക് ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എൻ്റെ മനസ്സെന്നറിയാം അവനാണ്, ആ മനോഹർ. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, നീ എന്തിനാ സരയു അവനോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ടെൻഷനോ? എനിക്ക് അവൻ ചാകാത്തന്റെ കുഴപ്പാ. ദേ, അവനാണെങ്കിൽ ഇന്നോ നാളെയെന്ന് പറഞ്ഞ് കിടക്കുമല്ലേ, ഇനിയിപ്പോൾ അവനോട് വൈരാഗ്യബുദ്ധിയോട് പെരുമാറേണ്ട കാര്യമുണ്ടോ? എന്തൊക്കെയാ കിരണ നീ പറയണേ? നീയല്ലേ പറഞ്ഞേ അവനെ കൊല്ലൂന്ന് പറഞ്ഞേ, നിനക്ക് അവനെ കൊല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു, അതെങ്ങനെ സാധിക്കും? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? അവിടെ പോലീസ് കാവലുണ്ട്, ഡോക്ടേഴ്സ്, നഴ്സുമാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ കണ്ണു പിടിച്ച് കയറി ചെല്ലാൻ പറ്റുന്ന കാര്യമാണോ? എടാ, നീ ഇങ്ങനൊന്നും പറയരുത്. നിനക്കറിയാലോ, ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞപ്പോ എന്റെ സമനില തെറ്റിയതാ. നിന്റെ കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ ജയിലിലായിരുന്നു. ഞാൻ തിരിച്ചു വന്ന കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം നടന്നു. പക്ഷെ പിന്നീട് എനിക്ക് ഭ്രാന്തായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും എന്നെ കരകയറ്റിയത് ആ ഐസിയു കിടക്കുന്നവനാ. അവൻ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് അഹങ്കാരമായിരുന്നു. നിന്റെ മുന്നിൽ വെച്ച് പലപ്പോഴും ഞാൻ അവനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അവന് എത്രക്കാരനാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അവന്റെ ചതി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. പിന്നെ അവനെ തീർക്കണം എന്നൊരു ചിന്ത മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നിന്നെ അത്രയധികം സ്നേഹിച്ചാടാ ഞാൻ. എൻ്റെ ജീവിതത്തിൽ വേറൊരു പുരുഷനും ഇല്ലായിരുന്നു, നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. പ്രാന്തമായ സ്നേഹമായിരുന്നു നിന്നോട്. എന്നിട്ട് പോലും ഞാൻ, അപ്പോഴേക്കും സരുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു, അത് പോട്ടെ. പക്ഷെ നിനക്ക് അവനെ ഒന്ന് കൊന്നു തരാൻ പറ്റുമോ? സരയു, അതിനൊക്കെ കുറെ പരിധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എടാ, നീ എന്നൊരു സാഹചര്യം ഒരുക്കി തന്നാൽ മതി. എങ്ങനെ സാഹചര്യം ഒരുക്കുന്ന സരയു നീ പറയണേ? അങ്ങനെ പെട്ടെന്ന് ഓടിച്ചെന്ന് കയറാൻ പറ്റുമോ അകത്തേക്ക്? പിടികൂടില്ല നമ്മളെ. നീ കാര്യങ്ങൾ മനസ്സിലാക്ക്. അവനെന്താണെങ്കിലും അധികം വൈകാതെ തന്നെ മരണത്തിലേക്ക് പോകുന്നാ തോന്നേ. എടാ, പോകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോയില്ലെങ്കിൽ അവൻ തിരികെ ജയിലിലേക്ക് തന്നെ പോകത്തില്ലേ? അത് കേട്ടപ്പം കിരൺ പറഞ്ഞു, ഇപ്പൊ അവൻ പരോളിനൊന്നും ഇറങ്ങിയിരിക്കല്ല, ഹോസ്പിറ്റലിലല്ലേ. അതോടെ കേട്ട് കഴിഞ്ഞപ്പം സരുവിന് ദേഷ്യമായി. സരു പറഞ്ഞു, എനിക്കറിയാം നിന്നെ കൊണ്ടാ കല്യാണിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അതിന് ഗംഗാപ്രസാദിന്റെ സ്വഭാവം ഒന്നും അല്ല അവന്, അത്രയ്ക്ക് ദുഷ്ടനൊന്നും അല്ല. സരി പറഞ്ഞു, എനിക്കറിയാം, നീ ഗംഗാപ്രസാദിനെ കൊന്നില്ലേ, എന്നിട്ട് അവനെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നിനക്കും മടിയില്ലേ? സരു, നീ എന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി നിന്റെ തീരുമാനം എന്താ വെച്ചാൽ അത് തന്നെ നടക്കട്ടെ. എനിക്കിനിയൊന്നും കൂടുതൽ പറയാനില്ലെന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശാരീനെ കാണാനായിട്ട് സരയെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ശാരിയോട് ചോദിച്ചു, എന്തായി വീട്ടിൽ പോയിട്ട്? സ്വന്തം വീട്ടിൽ പോയിട്ട് എന്താവാനായിട്ടാ മോളെ? അവിടെ എല്ലാരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ആകെപ്പാടെ നാണക്കേടാ. നേരത്തെ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്തൊരായിരുന്നു, നമ്മളെല്ലാരും ഉള്ളം കയ്യിലല്ലേ കൊണ്ടുവരുന്നേ. ഇപ്പോഴങ്ങനെയല്ല, നമ്മളൊരു പുച്ഛഭാവം അവർക്കൊക്കെ. ആ സമയം
സരി പറഞ്ഞു, അത് പിന്നെ ഇല്ലാതിരിക്കുവോ? അല്ലേലും മോളെ കുറിച്ചൊക്കെ ചോദിച്ചു. മോള് മുമ്പേ അവരെ മൈൻഡ് ഒന്നും ചെയ്യത്തില്ലായിരുന്നല്ലോ. എനിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ. എപ്പൊ അസൂയക്കാർക്കൊക്കെ കൊട്ടിഘോഷിക്കാനായിട്ടൊരു കാര്യമല്ലോ, അവരെല്ലാം കൈകൊട്ടി ചിരിക്കുക നമ്മുടെ പതനത്തില്. അത് കേട്ട് കഴിഞ്ഞപ്പോ സരി പറഞ്ഞു, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ അതിനൊക്കെ കാരണക്കാരനായവനുണ്ടല്ലോ ഇപ്പൊ അകത്ത് കിടക്കുന്നുണ്ട്. അവൻ എനിക്ക് കൈകാര്യം ചെയ്യണമെന്ന് പറയണം. അമ്മയെ കൊണ്ട് അതിന് സാധിക്കുവോ? അമ്മയ്ക്ക് ജയിലിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഏ, ജയിലിൽ കയറാനോ? ഞാനാ ജയിലിൽ കയറി അവനെ കൊല്ലാനോ? മോൾ എന്തൊക്കെ വർത്താനാ പറയണേ? ജയിലിൽ കയറണ്ട, പക്ഷെ അവൻ പുറത്തുണ്ടെന്ന് പറയണം. പുറത്തോ? അവൻ പരോളിനിറങ്ങിയോ? പരോളിനിറങ്ങിയതല്ല, അച്ഛൻ അവന്റെ തല തല്ലി പൊട്ടിച്ച് അവൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലുണ്ട്. ഏ, എപ്പോഴ്? അതൊക്കെ സംഭവിച്ചു. അമ്മയ്ക്ക് അവനെ പോയി തീർക്കാൻ പറ്റുമോ ഹോസ്പിറ്റലിൽ കയറിയിട്ട്? മോളെ നീ എന്തൊക്കെയാ പറയണേ? അല്ലെങ്കിൽ തന്നെ നമ്മൾ തകർച്ചയുടെ പടുകുഴിയിലേ ഇപ്പൊ. ഓഹോ, അപ്പൊ അമ്മയ്ക്ക് പറ്റില്ലല്ലേ? കിരണിനും കല്യാണിയോടും ഒക്കെ ഞാൻ ഇതിനെ കൂടി സംസാരിച്ചു, അവർക്കും പറ്റില്ല. അപ്പൊ അമ്മയ്ക്കും പറ്റില്ല. വേണ്ട, ആരും ഒന്നും ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം മോളെ. അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട. അമ്മയെന്ന് പറഞ്ഞ് നടക്കുന്നു, അച്ഛനെന്ന് പറയുന്ന ഒരുത്തരുണ്ട് അവിടെ കിടപ്പ്. അത് ആ തല്ലിയതല്ലെല്ലാം കൂടെ തീർത്താൽ മതിയായിരുന്നു. അതും ചെയ്തില്ല. ഇപ്പൊ ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്ക് എന്ത് ചെയ്യാന്ന് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ശാരിയെ വെല്ലുവിളിച്ചിട്ട് സാരിയും അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് കിരണിന്റെ കാറിൽ കയറി ശാരി പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ശാരി പറഞ്ഞു, മോനറിയാലോ, സരുവിന്റെ വളർത്തമ്മയെ ഞാൻ, പെറ്റമ്മയല്ല. പക്ഷെ എന്ത് പറഞ്ഞാലും അവൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ എനിക്ക് സഹിക്കില്ല. ആ മനോഹരനെ തീർക്കുമെന്നും പറഞ്ഞ് അവള് നടക്കുന്നേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച എന്റെ കുഞ്ഞ് ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ സമയത്ത് കിരൺ പറഞ്ഞു, അതെ ആന്റി വെറുതെ സങ്കടപ്പെടാതിരിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അല്ല മോനെ, അവള് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുക. എനിക്ക് അത് ഓർക്കുമ്പോ പേടിയാ. കണിമണി മോളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. കാര്യം പറഞ്ഞ അവളെ നോക്കാൻ എല്ലാരും ഉണ്ട്, പക്ഷെ അതല്ലല്ലോ. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അതെ, കാരണം കുഞ്ഞിനെ അവൾക്ക് അത്ര ഒരു ജീവനാണ് താനും. പക്ഷേങ്കിലും മനോഹറിന്റെ കാര്യം വന്നു കഴിയുമ്പത്തേനുവാ എങ്ങനെയെങ്കിലും അവനെ തീർക്കണമെന്നും പറഞ്ഞ അവള് നടക്കുന്നേ. മോനെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എങ്ങനെയെങ്കിലും അവളെ അതിനകത്തൊന്ന് പിന്തിരിപ്പിക്കണം. ആ സമയത്ത് കിരൺ പറഞ്ഞു, അത് ശരി, അങ്ങനെ ആഗ്രഹമുണ്ട്. അവള് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു. പിന്നെ അവള് നല്ലൊരു ഡിസൈനറാണ്. അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഇനിയും നല്ല ഉയരത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവളുടെ ജീവിതം നശിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. ഒരു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ വേറൊരു വിവാഹമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പോഴേക്ക് ശാരി പറഞ്ഞു, മോനെ, നിങ്ങൾ അതൊക്കെ അവളോടൊന്ന് സംസാരിക്കണം. ഞങ്ങൾ സംസാരിച്ചു നോക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവൾ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് അറിയത്തില്ല. കാരണം അവളുടെ സ്വഭാവം അറിയാലോ. അപ്പോഴേക്ക് ശാരി പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല മോനെ എന്നൊക്കെ പറയാണ്. കിരൺ പറഞ്ഞു, അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ ആന്റി. ആന്റി ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നല്ലോ, എൻ്റെ അമ്മ മരിക്കണ സമയത്ത്. കല്യാണി ഞാനും ഒക്കെ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ? ആ ഒരു സമയത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മേല. പല സമയങ്ങളിലും അമ്മയുടെ മുഖം ആ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അമ്മയുടെ അവസാന നാളുകളായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അത്രയ്ക്ക് ദുഷ്ടത്തരം ചെയ്ത ഗംഗാപ്രസാദ് ഉണ്ട്. അവനെ അതുകൊണ്ടാ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണങ്ങൾ നിർത്തി. ആ സമയത്ത് ശാരി പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ദുഷ്ടന മോനെ ഈ മനോഹർ. പക്ഷെ എന്ന് പറഞ്ഞാലും എന്റെ മോള് അവനെ തീർത്തിട്ട് ഒരു കാരണവശാലും ജയിലിലേക്ക് പോകാൻ പാടില്ല. ആന്റി സമാധാനമായിട്ട് ഇരിക്കുക, നമുക്ക് എന്താന്ന് വെച്ചാൽ വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ശാരിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കിരണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനോഹറിനെ കാണാനായിട്ട് കിരൺ അങ്ങോട്ട് വന്നു. കിരണിനെ കണ്ടപ്പോൾ പ്രതീക്ഷയോടുകൂടി മനോഹർ നോക്കിയിട്ട് വെച്ചു, എന്റെ കൺമണിമോളെ കൊണ്ടുവന്നു എന്ന് ചോദിക്കുക. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അതെങ്ങനെ കൊണ്ടുവരാനാ? സരുവിന്റെ സ്വഭാവം അറിയാലോ. അതിന് സരുവിന്റെ കൂടെ അല്ലല്ലോ മോള് നിൽക്കുന്നത്. അപ്പൊ പിന്നെ കിരൺ സാറിനെ കൊണ്ടുവരായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് കാണിക്കേണ്ട സാറേ എന്ന് പറയാണ്. എന്റെ അവസാനത്തെ ആഗ്രഹം ഒന്ന് കണക്കൂട്ടിയാൽ മതി. ഡോക്ടറോട് ഒന്ന് ചോദിച്ചിട്ടാണെങ്കിലും എന്തേലും ഒന്ന് ചെയ്യുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ ഒരു ഉറപ്പും പറയില്ലടാ. അങ്ങനെ പറയില്ല സാറേ. കാരണം തൂക്കിക്കൊല്ലാൻ വിധിച്ച് കഴിയുമ്പോഴത്തേനും ഏതൊരു കുറ്റവാളിയോട് അവസാനത്തെ ആഗ്രഹം എന്താന്ന് ചോദിക്കും. അതുപോലെ ഒരു ആഗ്രഹമായിട്ട് കരുതിയാൽ മതി. എനിക്ക് എൻ്റെ മോളെ ഒരു നോക്കൊന്ന് കണ്ടാൽ മതി. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, എടാ, നിന്നെ കൊല്ലാൻ നടക്കുക നിന്റെ ഭാര്യ, അറിയാലോ. അവൾ നിന്നെ കൊല്ലണമെന്ന് ഒരേ ചിന്തയായിട്ട് നടക്കുക. ആ സമയത്താണ് നീ മോളെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എനിക്കറിയാം സാറേ, എന്നെ കൊന്നോട്ടെ. പക്ഷെ എൻ്റെ മോളെ എനിക്കൊന്ന് അവസാനമായിട്ട് കാണിച്ചു തന്നിട്ട് അവൾ എന്നെ ഒന്ന് കൊന്നോട്ടെ, എന്നാലും എനിക്ക് പ്രശ്നമില്ലെന്ന് പറയാണ്. അതെ, തൽക്കാലത്തേക്ക് നീ ഇവിടെ കിടക്ക്, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. സാറേ മറക്കരുത് കേട്ടോ, ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് നേരെ കിരൺ ഡോക്ടറെ കാണാനായിട്ട് ഇരുന്നു. അങ്ങനെ ഡോക്ടറോട് സംസാരിക്കുവാണ്. ഈ സമയത്ത് ഡോക്ടറോട് കിരൺ പറഞ്ഞു, അതെ, ഒരു കാര്യമുണ്ട് സാറേ, ചിലപ്പോൾ ആ സരിയോ ആരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആരെയും പറഞ്ഞു വിടും. മനോഹരനെ കൊല്ലണം എന്നുള്ള ഒരു ചിന്ത മാത്രം അവക്കുള്ളൂ. അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. ഇവിടെ പോലീസ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഏതെങ്കിലും വിധത്തില് അവൾ ചിലപ്പോൾ മനോഹരനെ കൊല്ലാൻ ശ്രമിക്കും. അങ്ങനെ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അവളുടെ
വളർത്തമ്മയെ ഞാൻ കണ്ടായിരുന്നു. അവര് പറയുന്നേ അങ്ങനെ എന്തേലും സംഭവിക്കില്ലെന്നാ. കാരണം അവൾക്ക് നല്ലൊരു ജീവിതമുള്ളതാ. ആ ജീവിതം ജയിലിൽക്കുള്ളിൽ തീരാനുള്ളതല്ല. അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. കിരൺ അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ അവനൊരു കാര്യം പറഞ്ഞായിരുന്നു എന്നോട്. അവന്റെ മോളെ കാണണമെന്ന്. അതെ, അവനെ അബോധാവസ്ഥയിലും പറഞ്ഞുകൊണ്ടിരുന്നേ ആ കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങളാ. അവൻ അത്രമാത്രം ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നേ. പക്ഷെ സാറേ, അങ്ങനെ എളുപ്പമുള്ള കാര്യമില്ല ആ കുഞ്ഞിനെ കൊണ്ടുവരാന്ന് പറഞ്ഞാല്. അല്ല കിരണേ, സാരിയോ കമ്പനിയിലേക്ക് ജോലിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞവിടെയല്ലേ. പിന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുന്നതിൽ എന്താ തെറ്റിരിക്കുന്നേ? അത് ശരിയാ സാറേ. പക്ഷെ അവളെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാക്കി എടുക്കും. കിരണേ, കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കുക. ഇനിയിപ്പോൾ ചിലപ്പം കാണിക്കാൻ പറ്റിയില്ലെങ്കിലോ? ഉം, അത് കേട്ട് കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു, ഞാൻ നോക്കട്ടെ സാറേ. പിന്നെ ഒരു കാര്യമുണ്ട്, അവളെങ്ങാനും ഇങ്ങോട്ടേക്ക് വരുമല്ലോ എന്നൊരു പേടിയുണ്ട്. സൂക്ഷിക്കണമെന്ന് പറയണ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, ചിലപ്പം മനോഹറിനെ കൊല്ലുന്നതിനെ കുറിച്ചായിരിക്കും അവളുടെ മനസ്സിൽ ചിന്ത മുഴുവനും. അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അവൾ ഇതിനു മുമ്പ് വരുകയും ചെയ്തായിരുന്നു. അവളുടെ ഉദ്ദേശം നടക്കാതെ അവൾ പോവുകയും ചെയ്തു. പക്ഷെ ഇവിടെ ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൾ വന്ന് എന്തെങ്കിലും കൃത്യം ഇങ്ങനെ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ ഹോസ്പിറ്റലിനെ ബാധിക്കുന്ന കാര്യമാണ്. അവൾക്കെതിരെ ഞങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ ജയിലിൽ പോകത്തുള്ളൂ. കാരണം ഇത്ര പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടായിട്ടും ഒരാളെ വന്ന് കൊന്നിട്ട് പോകാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമുള്ള കാര്യമല്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അതിനെതിരെ നടപടികൾ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. കിരൺ അത് മനസ്സിലായി. കിരൺ പറഞ്ഞു, ശരി സാറേ, ഞാൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഞാൻ കൺമണി മോളെ കൊണ്ടുവന്ന് മനോഹറിനെ കാണിക്കാൻ ശ്രമിക്കാന്നൊക്കെ പറഞ്ഞങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.